ഇപ്പം നമ്മൾ പാലസ്റ്റീൻ ഫൈറ്റേഴ്സിനെ നമ്മളെന്താ പറയുന്നത്, ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നല്ല പറയുന്നത്. നമ്മൾ അവർക്ക് വെപ്പൺസ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ നോൺ മിലിറ്ററി സൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? അത് മാറിയിട്ട് മിലിറ്ററി സൊല്യൂഷനൊക്കെ ആകാൻ വലിയ ദൂരമൊന്നുമില്ല. അതുപോലെ തന്നെ ടെററിസം പലപ്പോഴും കാണപ്പെടുന്നത് മതപരമായിട്ടാണ് ലോകത്താകമാനം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെതിരെ എന്തെങ്കിലും ശാശ്വതമായ പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ പൊളിറ്റിസൈസ് ഉമ്മൻചാണ്ടി നേടിയെടുക്കരുത് എന്നുള്ളത്. അപ്പം ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണ് ഇപ്പോൾ പിണറായി വിജയൻ സാക്ഷാത്കരിച്ചത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു യുദ്ധമുനമ്പിലാണെന്ന് തന്നെ പറയാൻ പറ്റും, അല്ലേ? സൈലൻ്റായ ഒരു യുദ്ധമുനമ്പിലാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആരും അതങ്ങനെ ഒരു ഇന്ത്യക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളിടത്തോളം ആരും കയറി ആക്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് ന്യൂക്ലിയർ കപ്പാസിറ്റിയുള്ള രണ്ട് ഗ്രൂപ്പാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതെ, യുക്രൈന് കപ്പാസിറ്റി ഉണ്ട്, കാരണം നേറ്റോ ഈസ് ബിഹൈൻഡ് ദം. റഷ്യക്ക് കപ്പാസിറ്റി ഇറ്റ്സ് ഓൺ. എന്നിട്ടും ആരും ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ അതിൻ്റെ ഒരു ഫിയറുണ്ട്. യു ഡോണ്ട് വാണ്ട് ടു ഡിസ്ട്രോയ് ദ വേൾഡ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ യുദ്ധത്തിലേക്ക് പോകാത്തത്. ഇപ്പം കാർഗിൽ തന്നെ അവർ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്ത് ഇന്ത്യയിൽ വന്ന് സ്ഥലം പിടിച്ചു. എന്നിട്ടും നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്തില്ല. നമ്മൾ നെഗോഷിയേറ്റഡ്, ക്ലിൻറ്റൺ ഇൻ്റർവീൻഡ്, അങ്ങനെയാണ് കാർഗിൽ യുദ്ധം അവസാനിച്ചത്. ഇപ്പോൾ ഇറാൻ്റെ ഒരു മധ്യസ്ഥം സംസാരിക്കുന്നുണ്ട്. അത് ഇരു രാജ്യങ്ങൾക്ക് ഗുണകരമായിരിക്കും. അത് രണ്ടുപേരുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ടല്ലോ. പക്ഷെ ഇതൊരു മറ്റുള്ളവർ ഇടപെടരുതെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പളായിട്ട് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കൽ താഷ്കണ്ടിൽ പോയി ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തല്ലോ, ലാൽ ബഹദൂർ ശാസ്ത്രി. എന്നിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല, ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു അതേ രാത്രി തന്നെ. കാരണം വേറൊരാൾ ഇൻ്റർവ്യൂൻ ചെയ്യുമ്പോൾ ആ ഇൻ്റർവ്യൂൻ ചെയ്യുന്ന ആളിൻ്റെ ഉദ്ദേശം യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ അവകാശങ്ങൾ രക്ഷിക്കണമെന്നോ മറ്റേ ആളിൻ്റെ അവകാശങ്ങൾ രക്ഷിക്കണമെന്നോ അവർ ചിന്തിക്കാറില്ല. അതുപോലെ നമ്മൾ കുട്ടികളുടെ വഴക്കിടുമ്പം അച്ഛനമ്മമാരെന്താ പറയുന്നത്, ഇത് നിർത്തടാ ഫൈറ്റ്, എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത് ചോദിക്കില്ല. ഓരോരുത്തരും പറയുന്നത് എൻ്റെ കാര്യമാണ്, ഇവൻ എന്നെ എങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ യുദ്ധം നിർത്തണം, പിന്നീട് നമുക്ക് പിന്നെ പറയാം. അതേ ആറ്റിറ്റ്യൂഡാണ് ഇപ്പം ബിഗ് രാജ്യങ്ങൾക്കൊക്കെ ഉള്ളത്. ഇവരെ പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഗ്ലോബൽ അറേഞ്ച്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒരു ന്യൂക്ലിയർ വെപ്പൺ വാർ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മ്യൂച്വൽ അഷ്വറൻസ് ഓഫ് ഡിസ്ട്രക്ഷൻ ആണ്. അതുപോലെ തന്നെ ടെററിസം പലപ്പോഴും കാണപ്പെടുന്നത് മതപരമായിട്ടാണ് ലോകത്താകമാനം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനെതിരെ എന്തെങ്കിലും ശാശ്വതമായ പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ? ഐക്യരാഷ്ട്ര സംഘടന ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡെഫിനിഷൻ പോലും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം വൺ മാൻസ് ടെററിസ്റ്റ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ. ഇപ്പം നമ്മൾ പാലസ്റ്റീൻ ഫൈറ്റേഴ്സിനെ നമ്മളെന്താ പറയുന്നത്, ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നല്ല പറയുന്നത്. നമ്മൾ അവർക്ക് വെപ്പൺസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാകിസ്ഥാൻ പറയുന്നത് കാശ്മീർ ഫൈറ്റേഴ്സ്. ഒരു മിനിസ്റ്റർ ഇന്നലെ ഓപ്പണായിട്ട് പറഞ്ഞില്ലേ, ഞങ്ങളവരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഐ തിങ്ക് ദേ ഹാവ് എ ഗ്രേറ്റ് കോസ് വിച്ച് യു ആർ സപ്പോർട്ടിങ്. അതവരില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഇന്ത്യയെ ഉപദ്രവിക്കുന്നില്ല എന്നാണ് അവരുടെ പൊസിഷൻ. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നൊരു റിയാക്ഷൻ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ നോൺ മിലിറ്ററി സൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? അത് മാറിയിട്ട് മിലിറ്ററി സൊല്യൂഷനൊക്കെ ആകാൻ വലിയ ദൂരമൊന്നുമില്ല. പുൽവാമയിലുണ്ടാകുന്ന നമുക്കറിയാം. പക്ഷേ അതിപ്പോൾ ഇത് കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഒരു മിലിറ്ററി സൊല്യൂഷൻ തന്നെ ഇതിന് വേണ്ടി വരും. അത് ഒരു ഓപ്പൺ വാർ ആയിരിക്കില്ല. വി വിൽ ഡിസ്ട്രോയ് ദെയർ ക്യാമ്പ്സ്. അന്നപ്പോൾ പുൽവാമയിലുണ്ട പോലെ ഒരു ഇൻഫ്ലിക്റ്റ് ചെയ്യുക, ഒരു വലിയ നഷ്ടം പാകിസ്ഥാന് വരിക. അപ്പോൾ പാകിസ്ഥാൻ കുറച്ചൊക്കെ മര്യാദയായിട്ട് പെരുമാറുന്നുള്ള പ്രതീക്ഷ. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ലോകം മാറുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടെയാണിത്. ഇപ്പോൾ പാകിസ്ഥാന് ഫ്രണ്ട്സേ ഇല്ല. പണ്ട് അറബ്സിൻ്റെ കൂടെ ആയിരുന്നു. അവരൊക്കെ ഇപ്പോൾ അറബ്സ് എല്ലാം ഇസ്രായേലിൻ്റെ കൂടെയാണ്. ട്രംപ് പാകിസ്ഥാനോടത്ത് ഇന്ത്യയോടത്ത് നിൽക്കുന്നു എന്നുള്ളൊരു ഞങ്ങൾക്ക് സൗഹൃദമാണെന്ന് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇന്ത്യയോടാണ്, അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹമാണല്ലോ പണം കൊടുക്കൽ നിർത്തിയത്. ഈ ടെററിസം മുഴുവൻ എൻകറേജ് ചെയ്യുന്ന അമേരിക്കൻ പണം കൊണ്ടാണ്. അത് ഫ്രാങ്കായിട്ട് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപാണ് ആദ്യത്തെ ടേമിൽ. ഈ സ്റ്റോപ്പ് എവറിത്തിങ്. ഈ സെഡ് യു ആർ ചീറ്റിങ് അസ്. ഈ പണം ഞങ്ങൾ തരുന്നത് നിങ്ങൾ കൊണ്ടുപോയി ടെററിസ്റ്റിന് കൊടുക്കുകയാണ്. അതൊരു വലിയ ബ്ലോ ആയിരുന്നില്ല. അതിനു മുമ്പ് അമേരിക്ക എപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും ബാലൻസ് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നാൽ പാകിസ്ഥാനിൽ പോകാതെ തിരിച്ചു പോകില്ല, അതുപോലെ തിരിച്ചും അങ്ങനെയൊക്കെ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ദേ ആർ ഓപ്പൺലി ഫ്രണ്ട്ലി വിത്ത് അസ്. ഇപ്പോൾ ഇന്ത്യക്ക് ലോകത്തുള്ള ഒരു അക്സെപ്റ്റൻസ് അതിപ്പോൾ പാകിസ്ഥാൻ ഒട്ടുമില്ല.
അപ്പോൾ അവർക്കറിയാം, ഇപ്പോൾ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഈ പുതിയ ലോകക്രമം വരുമ്പോൾ അവർ എവിടെ നിൽക്കും എന്നുള്ള അവർക്ക് തീർച്ചയില്ല. ചൈനയുടെ ഹെൽപ്പ് ഇപ്പോൾ അവസാനിച്ചോ? അത് കാരണം ഈ ചൈനയും അമേരിക്കയും കൊണ്ട് യുദ്ധം തുടങ്ങുകയാണെങ്കിൽ, യുദ്ധം ഇപ്പം തന്നെ ഉണ്ടല്ലോ, ട്രേഡ് വാർ നടക്കുകയാണ്. അപ്പോൾ ചൈനയ്ക്ക് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതെ പോകും. അതുകൊണ്ട് മുമ്പ് കിട്ടിയിരുന്നത് പോലെ ചൈനയുടെ ഹെൽപ്പ് പാകിസ്ഥാന് കിട്ടില്ല. റഷ്യയിൽ നിന്ന് പണ്ടും കിട്ടാറില്ല, അമേരിക്കയുടെ ഇല്ല. പിന്നെ എവിടെയാണ് അവർ പോവുക? അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളും ഇവിടെ ഉണ്ട്, ഈ പുതിയ ലോകം നിങ്ങൾ സൃഷ്ടിക്കുന്നു, പക്ഷേ ഞങ്ങളും ഇവിടെ ഉണ്ട്, ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ദേ വോണ്ട് ടു മാറ്റർ ടു ദ വേൾഡ്. സാറിൻ്റെ ജീവിത രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ കാര്യം, വളരെ പ്രധാനപ്പെട്ട 3 ആക്രമണങ്ങളും പ്രതിസന്ധികളും എതിർപ്പുകളും നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേത് 1987 ഫിജിയിൽ വെച്ചുണ്ടായ പട്ടാള അട്ടിമറിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് 1995 കെനിയയിൽ വെച്ച് പ്രതിപക്ഷം സാർക്ക് നേരെ ആക്രമണം ഫിസിക്കലി ആക്രമണം നടത്തിയതാണ്. അതുപോലെ തന്നെ 2016 ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷനായിരിക്കുന്ന സമയത്ത് കേരളത്തിൽ വെച്ചുണ്ടായ സാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം. ഈ 3 ആക്രമണങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളും, അന്ന് സാറെടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിലപാടുകൾ ഇന്ത്യ ആകമാനം ചർച്ച ചെയ്തിട്ടുണ്ട്. പട്ടാള ഭരണകൂടത്തെ വിശ്വസിക്കരുതെന്നും ഇന്ത്യക്കാരോട് I stayed in Fiji for 2 years without recognizing the government. ഇപ്പം നമ്മൾ ഒരു സപ്പോസ് ഒരു അംബാസഡർ ഇസ് ഇൻ ഡൽഹി, he says I don't recognize മോദി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മേലെ പുറത്താക്കില്ലേ? അതെ. പക്ഷെ 2 കൊല്ലം ഞാൻ അവിടെ പിടിച്ചു നിന്നു. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ മെജോറിറ്റി ഉള്ളതുകൊണ്ടാണ്. ഫിജിയിൽ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ബാലൻസ്ഡ് ആണ്. ഇപ്പോൾ കുറഞ്ഞു ഇന്ത്യക്കാർ ഒരുപാട്. ഫിജിയിൽ ശരിക്കും അന്ന് സംഭവിച്ചത് എന്തായിരുന്നു? ഇല്ല, യഥാർത്ഥത്തിൽ 1970 ഫിജി സ്വതന്ത്രമായപ്പോൾ മിസസ് ഗാന്ധിയുടെ സമ്മതത്തോടു കൂടി അവരൊരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ 1 man 1 vote ആയിരിക്കില്ല, കമ്മ്യൂണിറ്റി വോട്ടിംഗ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസിനും ഫിജിയൻസ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ഫിജിയൻസ്, ഇവർക്ക് 2 പേർക്കും ഈക്വൽ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ പാർലമെൻറ്റ്, 27. പിന്നെ 7 അതേഴ്സ് എന്ന് പറയുന്നത്, അത് ഓസ്ട്രേലിയൻസ്, ചൈനീസ്, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഒരു സോഷ്യൽ കോമ്പാക്റ്റ് ഉണ്ടാക്കി മിസ്സസ് ഗാന്ധി. നമുക്ക് 1 man 1 vote വാങ്ങിച്ച് ആ രാജ്യം ഭരിച്ചിട്ട് കാര്യമില്ല. സൂണർ ഓർ ലേറ്റർ ദേ വിൽ ത്രോ യു ഔട്ട്. ബട്ട് കീപ്പ് യുവർ 27% and don't ask for power. You keep a balance and make your money, work hard, teach your children as they were doing. അങ്ങനെ ഒരു കോമ്പാക്റ്റ് ഉണ്ടാക്കി. അത് 87 വരെ, 70 മുതൽ 87 വരെ നിലനിന്നു. പക്ഷേ അതിനിടയിൽ ഫിജിയൻസ് തന്നെ അഭിപ്രായം മാറി. അവർ പറയാൻ തുടങ്ങി, ഇതിപ്പോൾ ഇന്ത്യൻസ് അല്ല നമ്മുടെ എനിമീസ്, ഇവിടെ ഫ്യൂഡൽ ലീഡേഴ്സാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് അവർ ഇന്ത്യയോട് ചേർന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ എ സോ കോൾഡ് ഇന്ത്യൻ ഗവൺമെൻറ് വാസ് ഫോംഡ്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ അനുവദിച്ചിട്ടില്ല ശരിക്കും, പക്ഷേ അതിൽ 2ഉം ഈക്വൽ ആയതുകൊണ്ട് അവർ ചേർന്നാൽ ഗവൺമെൻറ് ഉണ്ടാക്കാം. അപ്പോൾ അവരൊരു ഗവൺമെൻറ് ഉണ്ടാക്കി. അതെൻ്റെ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ്. 30 days ഇവർ 2 പേരും എൻ്റെ വീട്ടിൽ വന്ന് രാവിലെ എല്ലാം ചോദിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. ഗവൺമെൻറ് അവർക്കൊരു അറിവില്ലായിരുന്നു. പുതിയതായിട്ട് ഇന്ത്യൻസും ഫിജിയൻസും കൂടെ ചേർന്ന് ഉണ്ടാക്കിയൊരു ഗവൺമെൻറ്റായിരുന്നു. പക്ഷേ അൺനോൺ ടു അസ് these same Fijian leaders were conspiring against them. എന്നിട്ട് റംബുക്ക എന്ന പേരുള്ള 3ാമത്തെ പൊസിഷനിൽ ഫിജി ആർമിയിലുണ്ടായിരുന്ന ഒരാൾ പാർലമെൻറ്റിൽ പോയി ഗവൺമെൻറ് പ്രൈം മിനിസ്റ്ററുള്ളവർ മുഴുവനും കൂടെ അറസ്റ്റ് ചെയ്ത് അറ്റ് ദ ഗൺ പോയിൻറ്റ് took them out and took over the government. അതാണ് സംഭവിച്ചത്. അപ്പോൾ അത് സംഭവിച്ചപ്പോൾ ഞങ്ങളായി ഈ സമയം വരെ 2 കമ്മ്യൂണിറ്റിയും ബാലൻസ് ചെയ്തുകൊണ്ട് വയ്ക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ആണെങ്കിൽ ഞാൻ ഫിജിയൻ ഫംഗ്ഷനൊക്കെ പോരാ എന്നെ വിളിക്കും. ഒരു പ്രൈം മിനിസ്റ്റർ ഒരു ഈക്വൽ സ്റ്റേറ്റസാണ് എനിക്കുണ്ടായിരുന്നത്, ഇന്ത്യൻ ലീഡർ എന്നുള്ള നിലയിൽ. അതേ സമയത്ത് നമ്മൾ പൊളിറ്റിക്കലായിട്ടൊന്നും ഇൻ്റർഫിയർ ആയിരുന്നില്ല. പക്ഷേ ഈ ഗവൺമെൻറ് 30 കൊല്ലം നിയന്ത്രിച്ചത് ഞാൻ തന്നെയാണ്. കാരണം അവർക്ക് ഒരറിവ് എന്താണ് നോൺ അലൈൻമെൻ്റ് എന്നോ എങ്ങനെ വികസനം ഉണ്ടാകും. പൈസ ഉണ്ട് അവർക്ക് ഒരുപാട്, ഈ ഷുഗർ കെയിൻ ഇൻകം ഉണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ഭരിച്ചു പോയി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതിങ്ങനെ തുടർന്നാൽ ഇവരുണ്ടല്ലോ ഫ്യൂഡൽ ലോർഡ്സ്, അവരുടെ കൺട്രോൾ നഷ്ടപ്പെടും. അപ്പോൾ അവർ ഈ റംബുക്ക എന്ന മനുഷ്യനെ, അദ്ദേഹം ഇവിടുന്ന് ട്രെയിൻ ചെയ്ത ആളാണ്, ഇന്ത്യയിലെ വെല്ലിംഗ്ടൺ സ്റ്റാഫ് കോളേജിൽ പഠിച്ചിട്ട് പോയതാണ്. ഇവിടെ വലിയ പോപ്പുലറായിരുന്നു അദ്ദേഹം. എന്നിട്ട് തിരിച്ചു പോയി ഈ ഫ്യൂഡൽസ്
അയാളെ പിടിച്ചെടുത്തു. അയാളൊരു എന്താണ് ഒരു റൊമാൻറ്റിക് കൈൻഡ് ഓഫ് പേഴ്സൺ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഗോൾഫ് കളിക്കുമായിരുന്നു എല്ലാ ദിവസവും രാവിലെ. കാരണം അദ്ദേഹം ഇവിടുന്ന് വെല്ലിംഗ്ടണിൽ വന്നതാണല്ലോ. ഫസ്റ്റ് തിങ് ഈ കെയിം ടു സീ മീ. അപ്പോൾ അങ്ങനെ നമ്പർ 3 മാനാണ് ഫിജിയൻ മിലിറ്ററിയിൽ. പക്ഷേ വി സ്റ്റാർട്ടഡ് പ്ലേയിങ് ഗോൾഫ് ഇൻ ദ മോർണിംഗ് ഓരോ ദിവസവും. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം പോയപ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, നാളെ ഹൈ കമ്മീഷണർ ഐ വോണ്ട് ബി ദെയർ ടുമോറോ ടു പ്ലേ ഗോൾഫ്, ഐ എം സോറി, ഐ അപ്പോളജൈസ്. ഞാൻ പറഞ്ഞു ഓക്കെ. പിറ്റേ ദിവസം രാവിലെയാണ് പുള്ളി കൂ നടത്തിയത്. അവരെ മുഴുവൻ അറസ്റ്റ്. ഓഫ്കോഴ്സ് ബ്ലഡ്ലെസ് കൂ, ഒന്നും സംഭവിച്ചില്ല. ഇപ്പോഴദ്ദേഹം പറഞ്ഞ എൻ്റെ കയ്യിൽ ഗൺ ലോഡഡ് ആയിരുന്നു പുള്ളി പറയുന്നുണ്ട്. പക്ഷേ വെടിവെച്ചൊന്നുമില്ല. അവരെ എല്ലാം നേരെ പ്രൈം മിനിസ്റ്റർ വീട്ടിലേക്ക്, ജയിലിലേക്കല്ല കൊണ്ടുപോയത്, പ്രൈം മിനിസ്റ്റർ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പ്രൈം മിനിസ്റ്റർ വൈഫിനോട് പറഞ്ഞു, ഐ ബ്രോട്ട് സം ഗെസ്റ്റ്, പ്ലീസ് ലുക്ക് ആഫ്റ്റർ ദം. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള. എന്നിട്ട് പക്ഷേ അയാൾ കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റി. എന്നിട്ട് ഇന്ത്യക്കാർക്ക് വോട്ടിംഗ് അതോറിറ്റി പവർ ഇല്ലാതെ വരുന്ന സ്റ്റേജിലേക്ക്. അപ്പോഴാണ് ഞങ്ങൾ റിവോൾട്ട് ചെയ്തത്. ഇന്ത്യ നമ്മൾ UN-ലൊക്കെ പോയി, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പോയി, ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എപ്പോഴൊരു ഭയമുണ്ട്. എൻ്റെ വൈഫ് ഓരോ പ്രസംഗം കഴിയുമ്പോഴും പാക്ക് ചെയ്ത് വെക്കും ഒരു ബാഗേജ് കൂടെ, അടുത്ത യാത്ര നാളെ പോകണം. പക്ഷേ ഐ ക്യാരിഡ് ഓൺ ഫോർ 2 years. അങ്ങനെ കൊണ്ടു നടന്നു. നമ്മൾ ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്തു ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക്. അന്ന് രാജീവ് ഗാന്ധി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. പുള്ളി കുറച്ച് അഡ്വഞ്ചറസ് ആണല്ലോ. സോ ഈ മെയ്ഡ് മെനി സജഷൻ. ഇപ്പോൾ രസമായിട്ടുള്ള കാര്യങ്ങളാണ്, പുറത്ത് പറയാൻ പറ്റില്ല. ഇന്നത് ചെയ്യണം, അതൊക്കെ ഞാൻ റിജക്റ്റ് ചെയ്യേണ്ടി വന്നു. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള നടപടി. കാരണം എനിക്ക് മനസ്സിലായിരുന്നത് ഇവർ തമ്മിലുള്ള ഒരു സ്നേഹം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അവരൊരു എന്താണ് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളൊരു മനസ്ഥിതിയാണ് അവർക്കുള്ളത്. അപ്പോൾ ഇത് വന്നതിപ്പോൾ ഈ മിലിറ്ററി ഇത് വന്നപ്പോൾ അവർക്കൊരു റെസിസ്റ്റൻസാണ്. അപ്പോൾ ഇന്ത്യ ഒന്നും ചെയ്യേണ്ട എന്നുള്ളതായിരുന്നു അവരുടെ അഡ്വൈസ്. പക്ഷേ എൻ്റെ അഡ്വൈസ് ഡൽഹി മനസ്സിലാക്കിയില്ല. ഡൽഹിയിൽ അവർ പറയുന്നത് ഇത് പറ്റില്ല, നമ്മൾ ഇവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വി കുഡ് ഹാവ് ജസ്റ്റ് വെയിറ്റഡ്. അതിന് പകരം നമ്മളൊരു സാങ്ഷൻസ് ഉണ്ടാക്കി. ഇന്ത്യൻ ഗുഡ്സ് ഒന്നും ഫിജി പോവില്ല. ആർക്കാ നഷ്ടം? ഫിജിയൻസ് ഇന്ത്യൻ ഗുഡ്സ് കൊണ്ടല്ല ജീവിക്കുന്നത്. ഇവർക്ക് ഗുജറാത്തികൾക്ക് വിളക്ക് കൊളുത്തണമെങ്കിൽ ഇന്ത്യയിലെ എണ്ണ വേണം. അപ്പോൾ നമ്മൾ അവരെ വി ക്ലോസ് ദം ഓഫ്. ഓക്കെ, അതൊരു വലിയ റോങ് ജഡ്ജ്മെൻ്റ് ആയിരുന്നു. അതിന് കാരണം ഐ കുഡ് കമ്മ്യൂണിക്കേറ്റ് ടു ഡൽഹി. ആദ്യത്തെ ഒരു 4-5 ദിവസം ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അന്ന് ഒരു ടെലിപ്രിൻ്ററും ഒരു ഫോണേ ഉള്ളൂ. അത് രണ്ടും അവർ കട്ട് ചെയ്തു. ഇൻ്റർനെറ്റ് ഇല്ല, ഇമെയിൽ ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ സ്ട്രഗിൾ ചെയ്തത് ഓസ്ട്രേലിയയുടെ ഒരു ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതുവഴിയാണ് ഞാൻ ചില ഓഫീസേഴ്സിനൊക്കെ ഡൽഹിയിലേക്ക് വിളിച്ചത്. അപ്പോഴത്തേക്കെല്ലാം ഇങ്ങോട്ട് ഇൻസ്ട്രക്ഷൻ വരികയാണ്, യു ഫൈറ്റ് ദ വാർ അഗൻസ്റ്റ് ദി ഫിജിയൻസ്. അത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ആണ്. ഇത് ചെറിയ രാജ്യമാണ്, 1 മില്യൺ ആളുകളേ ഉള്ളൂ. നമ്മുടെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ വലിപ്പമേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ പോണത്. സോ മൈ ഐഡിയ ടു ബ്രിങ് ദം ടുഗദർ. അപ്പോൾ ഗവർണർ ജനറൽ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. ഗവർണർ ജനറൽ പറഞ്ഞു യു വിൽ ഹാവ് മീറ്റിംഗ്സ്. അങ്ങനെ ഞാനും ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറും ഗവർണറും കൂടി ഇരുന്ന് കുറേ പീസ് ഒക്കെ ഉണ്ടാക്കി. അത് നടക്കുമായിരുന്നു. പക്ഷേ അന്നേരം ഇവർ സെക്കൻഡ് കൂ നടത്തി ഗവർണർ ജനറൽക്കെതിരായിട്ട്. അപ്പോൾ പിന്നെ ഇറ്റ് ബിക്കെയിം അബ്സല്യൂട്ട്ലി ദിസ്. പിന്നെ 10 കൊല്ലം എടുത്തു എന്നെ അവർ വെളിയിലാക്കി. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഒരു നല്ല ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വന്നു. അതിൻ്റെ പ്രൈം മിനിസ്റ്ററാണ് അന്നത്തെ റംബുക്ക, ലീഡർ. അങ്ങനെ ഇന്ത്യക്കാരെ മുഴുവൻ വെളിയിലെടുക്കാന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ആ ഗവൺമെൻറ് നയിക്കുന്നത്. അത്രയുള്ള അവിടുത്തെ രാഷ്ട്രീയം. അതുപോലെ തന്നെ കെനിയയിലും ഇതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ രൂക്ഷമായ ഒരു ആക്രമണം സാർക്ക് നേരെ ഉണ്ടായിട്ടുണ്ടത്. കെനിയയിൽ അവിടെ ഇന്ത്യൻസ് ആണല്ലോ റിച്ചർ ആൻഡ് കെനിയൻസ് ആർ പൂറർ. അപ്പം ഇന്ത്യൻസ് എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? ആരാണ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് പണവും സൗകര്യവും ഒക്കെ കൊടുത്തിട്ട് മറ്റേ ലീഡർഷിപ്പിനെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഞാനവിടെ നവംബർ 5th എന്നാണ് എത്തിയത്. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പോസിഷൻ ലീഡർ എന്നെ കാണാൻ വന്നു. എനിക്കൊന്നും അറിയില്ല, ഞാനവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ ഡൽഹിയിൽ നിന്ന് കിട്ടിയ ബ്രീഫിംഗ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു, എനിക്ക് ഒരു ഹെൽപ്പ് വേണം താങ്കളുടെ അടുത്ത്. ഞാൻ പറഞ്ഞു എന്താണ്? പറഞ്ഞു, ഇന്ത്യക്കാർ മുഴുവനും ഈ പ്രസിഡന്റ് മോയിയെ സപ്പോർട്ട് ചെയ്യാം. ഇലക്ഷൻ വരികയാണ്, ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. പക്ഷേ ഇന്ത്യക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, എന്നാലും ഞങ്ങൾ ജയിക്കും. പ്ലീസ് അഡ്വൈസ് ദം നോട്ട് ടു ഫൈറ്റ് അഗൻസ്റ്റ് അസ്. അവരുടെയൊക്കെ നല്ലതാണ്, നമുക്ക് നല്ലതാണ്. പക്ഷേ അതൊരു മോസ്റ്റ് ഡേഞ്ചറസ് പ്രൊപ്പോസൽ അല്ലേ എന്നെ സംബന്ധിച്ച്. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പോയി ഇന്ത്യക്കാരോട്. ഐ സെഡ് ഐ ആം എ ഡിപ്ലോമാറ്റ്, ഐ കനോട്ട് ഇൻ്റർഫിയർ ഇൻ ഇൻറ്റേർണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അയച്ചിട്ട് ഞാൻ ഉടനെ ഇന്ത്യക്കാരെ വിളിച്ചു. നാച്ചുറലി ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അവരെല്ലാം അതിനെ അങ്ങ് ലൈറ്റാക്കി. അവനൊരു മോശമാണ് ഈ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ. പിന്നീട് അദ്ദേഹം പ്രസിഡൻ്റ് ആയതാണ്. അപ്പോൾ അതുകൊണ്ട് സാറിനൊന്നും വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞത് ഞാനിവിടെ 4 ദിവസമേ ഉള്ളൂ, നിങ്ങളിവിടെ വർഷങ്ങളോളം സെഞ്ചുറീസ് ജീവിക്കുന്നതാണ്. സോ നിങ്ങൾ ചെയ്തോളൂ, വേണ്ടെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, പ്രസിഡന്റ് മോയി ഇലക്ഷൻ ജയിക്കും, ഞങ്ങൾ ഇതുപോലെ തന്നെ ഭരിക്കും എന്ന് പറഞ്ഞ് പോയി.
അപ്പോൾ ഈ ന്യൂസ് ഞാൻ അവരെ അവിടെ നിന്ന് കൺവേ ചെയ്തൊന്നുമില്ല, പക്ഷേ നാച്ചുറലി ഇറ്റ് മസ്റ്റ് ഹാവ് റീച്ച്ഡ്. എല്ലായിടത്തും ഏജൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവർ തീരുമാനിച്ചാണ് ഇന്ത്യൻ ഹൈ കമ്മീഷണറെ ഹർട്ട് ചെയ്താൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വിൽ പാനിക് ആൻഡ് റൺ അവേ എന്നൊരു സ്ട്രാറ്റജി അവരുണ്ടാക്കി. എന്നിട്ട് അവർ അർദ്ധരാത്രി എൻ്റെ വീടിൻ്റെ അടിയിൽ കൂടെ ഒരു തുരങ്കം കുഴിച്ച് ബെഡ്റൂമിൽ കൂടെ മുകളിൽ വന്നു. കാൻ യു ഇമാജിൻ? 3 പേര്, ഗൺസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നേരെ ഒരു വെടി വെച്ചില്ല, മുകളോട്ട് വെടി വെച്ചതേ ഉള്ളൂ. പക്ഷേ വടി വെച്ച് അടിച്ചു. എനിക്ക് 10-100 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു തലയിൽ. പിന്നെ റൈറ്റ് ലെഗും ലെഫ്റ്റ് ആമും ഒരു ബ്രോക്ക്. But the idea was not to kill me. They could have killed me there because my wife was there, my son was there. They were also hurt a little bit. അതെല്ലാം കൂടി ഒരു 15 മിനിറ്റേ നിന്നുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ പണം എടുത്തോളൂ, ഇതാണ് പേഴ്സ്, ഇതാണ് ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു നോക്കി. അതൊന്നും അവർക്ക് വേണ്ട. വാട്ട് ദേ വാണ്ടഡ് വാസ് ടു മേക്ക് ആൻ ഇമ്പാക്റ്റ്. ഹൈ കമ്മീഷണർ ഈസ് നോട്ട് സേഫ് ഹിയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ഭയം വരും എന്നുള്ളത്. അതാണ് അവർ ചെയ്തത്. അത് പിന്നെ കേസൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് കെനിയയിൽ. പക്ഷേ ഇറ്റ് ഹേർട്ട് മീ ബാഡ്ലി. ഐ വാസ് ഇൻ ഹോസ്പിറ്റൽ, ദെൻ ഐ വാസ് ഫ്ലോൺ ടു അമേരിക്ക ഫോർ ട്രീറ്റ്മെൻറ്റ്. സാഹസികമായിരുന്നു. അതുപോലെ തന്നെ 2016 ഇവിടെ കേരളത്തിൽ വെച്ച് അതാണ് ഏറ്റവും വലിയ തമാശ. ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നാലും ഇത് തന്നെ. അതിനെന്തിനാ വിദ്യാഭ്യാസം റിഫോം ചെയ്യാൻ? എന്തൊരു എനിക്ക് അത്ഭുതകരമായി തോന്നുന്നു. അന്ന് സാർ എടുത്ത നിലപാടുകളെ തള്ളിപ്പറയുകയും സാർക്ക് നേരെ അതിരൂക്ഷമായ രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. പിന്നീട് അതേ ഗവൺമെന്റ് തന്നെ ആ പോളിസികൾ പ്രായോഗികതയിലേക്ക് എത്തിച്ചു. വൈകി വന്ന വിവരം എന്നല്ല പറഞ്ഞു സാർ. അത് പലപ്പോഴും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഐ വാസ് നോട്ട് ഹേർട്ട്, ഐ ഫെൽ ഓൺ ദ ഗ്രൗണ്ട്. പക്ഷേ അതിലും വലിയ കാര്യം കെനിയയിൽ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ആ കേസ് പ്രൊസീഡ് ചെയ്തില്ല. പോലീസുകാരെ ഡിസ്മിസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നും ഞാൻ സമ്മതിച്ചില്ല. ഐ സെഡ് ഇറ്റ്സ് ഫൈൻ, ഐ എം ഓൾ റൈറ്റ്. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ തുടരുകയല്ലേ ചെയ്ത്, ഞാനെങ്ങും പോയില്ലല്ലോ. സോ നൗ ഐ ഫീൽ ഒരു ഡ്രീം കം ട്രൂ പോലെയാണ് ഈ പോളിസി. കാരണം നമുക്കത് ഇല്ലാതെ ഒക്കില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടോ? 9% ഓഫ് ദി നാഷണൽ വെൽത്ത് ഹാസ് ടു ബി യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ എന്നാണ്. അത് നാരായണമൂർത്തിയുടെ ഒരു സ്റ്റഡി ഉണ്ട്. അദ്ദേഹം പറയുന്നത് 50% ഓഫ് എഡ്യൂക്കേഷൻ ഇൻപുട്സ് മസ്റ്റ് കം ഫ്രം പ്രൈവറ്റ് സെക്ടർ. അത് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആരാണ്? കേരളത്തിൽ എല്ലാം പ്രൈവറ്റ് സെക്ടർ അല്ലേ? ഈ SNDP NSSും ക്രിസ്ത്യൻസും ഇല്ലായിരുന്നെങ്കിൽ എവിടെയായിരുന്നു എഡ്യൂക്കേഷൻ? ഇത്രയും നല്ല എഡ്യൂക്കേഷൻ നമുക്കുണ്ടാകുമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഇത്ര സസ്പിഷൻ പ്രൈവറ്റ് സെക്ടർ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പം ദേവർ പൊളിറ്റിസൈസിങ്. ഉമ്മൻചാണ്ടി നേടിയെടുക്കരുത് എന്നുള്ളത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണ് ഇപ്പോൾ പിണറായി വിജയൻ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഞാനതിൻ്റെ ഇടയിലെന്നുള്ളത്. വളരെ സാഹസികമായ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു അതും. അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് സാറ്. എൻകൗണ്ടേഴ്സ്, വേർഡ്സ്, അഡ്വഞ്ചേഴ്സ് ഇൻ ഡിപ്ലോമസി തുടങ്ങിയിട്ടുള്ള വളരെ പ്രശസ്തമായ മോർ ഡിപ്ലോമസി തുടങ്ങിയിട്ടുള്ള വളരെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. 11-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ച ഡിപ്ലോമസി ലിബറേറ്റഡ് പറഞ്ഞ ഗ്രന്ഥമായിരുന്നു. പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാമോ? അല്ലത് മോസ്റ്റ്ലി ജിയോ പൊളിറ്റിക്കലാണ്. ഞാൻ ലൈറ്റായിട്ട് പുസ്തകം എഴുതിയിട്ടില്ല ഇപ്പോഴും. ഒരു ഹ്യൂമർ ഇൻ ഡിപ്ലോമസി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിൽ എഴുതിയതാണ്, ഇപ്പോൾ ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. അതല്ലാതെ ഒരു ലൈറ്റായിട്ടൊരു ബുക്കില്ല. മറ്റതെല്ലാം ഇൻ്റർനാഷണൽ പോളിറ്റിക്സ് ആണ്. ആദ്യത്തെ ബുക്ക് ഓട്ടോബയോഗ്രഫിക്കലാണ്. വാട്ട് എവർ ഐ ഡിഡ് ഇറ്റ്സ് ഓൾ മെൻഷൻ ദെയർ. പിന്നത്തെ ഇതെല്ലാം അന്ന് ആ സമകാലിക പ്രശ്നങ്ങളെപ്പറ്റി എഴുതിയ ധാരാളം ലേഖനങ്ങളും അത് ചിലതൊക്കെ പുസ്തകങ്ങളായി. ഇപ്പോൾ അവസാനം 11th ബുക്കിനകത്ത് ഉള്ളത് ഈ 20 വർഷക്കാലം ഞാൻ എഴുതിയ ഏകദേശം 2500ഓളം ആർട്ടിക്കിൾസിൽ ഇപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ളതെല്ലാം കൂടെ സമാഹരിച്ചതാണ്. അപ്പോൾ ഇനി വേണം എന്തെങ്കിലും കുറച്ചൊരു ലൈറ്ററായിട്ടൊരു ബുക്ക് എഴുതണമെന്ന് വിചാരിച്ചു. ഈ പുസ്തകങ്ങൾ അക്കാദമികളിൽ പഠിപ്പിക്കാനായിട്ട് ഇല്ല, ഇത് പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലായിടത്തും പഠിപ്പിക്കും. പക്ഷെ ഞാൻ പഠിച്ചത് ലിറ്ററേച്ചറാണല്ലോ. ഞാൻ വായിച്ചിരുന്നതൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു. പക്ഷേ ഈ ബുക്കുകളെല്ലാം ഇപ്പോൾ ഒരു പുതിയ ജീനർ ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്. റിട്ടയർഡ് ഡിപ്ലോമാറ്റ്സ്, മെനി ഓഫ് ദം ബിക്കം പ്രൊഫസേഴ്സ്. ഐ എം വൺ ഓഫ് ദം. ഐ എം കോൾഡ് അംബാസഡർ പ്രൊഫസർ ഇൻ സൊമയ്യ യൂണിവേഴ്സിറ്റി. സോ അതൊരു പുതിയ കാറ്റഗറിയാണ്. കാരണം പൊളിറ്റിക്സ്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് cannot be handled only by readers or professors. We are the ones who have experienced it. Learn from us. അതൊരു അക്സെപ്റ്റൻസ് ആയിപ്പോയി. ഇപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും അംബാസഡേഴ്സ് ഇല്ല. ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ അമിറ്റി ആയാലും അല്ലെങ്കിൽ അശോക് ആയാലും ഒക്കെ
അവിടെ എല്ലാം ഇന്ത്യൻ അംബാസഡേഴ്സാണ് പഠിപ്പിക്കുന്നത്. ഞാൻ സൊമായ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് 73 കൊല്ലമായ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പം ഇപ്പോൾ ഒരു 5 വർഷമായിട്ടുള്ളത് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട്. നമ്മുടെ വി എൻ രാജശേഖരൻ പിള്ളയാണ് അദ്ദേഹം വൈസ് ചാൻസലർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഞാൻ അവിടെ പോയി ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് സ്റ്റഡീസും ഒക്കെ വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ സാറിൽ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഗുണകരമായൊരു കാര്യം എന്താ വെച്ചാൽ, സാർ വളരെയധികം അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പുതിയ ജ്ഞാനമണ്ഡലങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ധാരാളം ടോക്കുകൾ സാർ നടത്തുന്നു, ഇൻട്രാക്ഷൻസ് നടത്തുന്നു അതുമായി ബന്ധപ്പെട്ടവരുമായിട്ട്. ഇത്തരം ജ്ഞാനമണ്ഡലങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് എങ്ങനെയാണ് എത്തിക്കാൻ കഴിയുക? അവ എങ്ങനെ വിദ്യാഭ്യാസത്തെ കൂടുതൽ ഗുണകരമായി മാറ്റിത്തീർക്കാനാവുക? അത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം സ്കൂളുകൾ പോലും AI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആളുകളെ വിളിച്ച് പറയാറുണ്ട് AI എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ സ്കൂളിലും വേണം, പ്രൈമറി സ്കൂളിൽ AI വേണം. എനിക്ക് തന്നെ അതിനെപ്പറ്റി സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ മകൻ ഒരു AI എക്സ്പേർട്ടാണ്. അപ്പം അതുകൊണ്ട് ഐ നോ സം ഇൻസ്പിറേഷൻ ഫ്രം ഹിം. ഇപ്പം ഞാൻ US പോകണം, 1 മാസം അവിടെ കാണും. സോ ഐ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹിം ആൻഡ് അണ്ടർസ്റ്റാൻഡ്. കാരണം AI കൊണ്ട് നഷ്ടം വരുന്നത് AI പഠിക്കാത്തവർക്കാണ്. ഇതാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. നമുക്കതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നമ്മളതിന് നഷ്ടം വരും. കാരണം നമ്മളതിനനുസരിച്ചുള്ള ജോലി ചെയ്യില്ല. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം പോലെ. അതെ, പഴയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് വാട്ട് വി ആർ ഡൂയിങ് ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ ആദ്യം നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായപ്പോഴും ഈ ഇത് എന്താണ് സ്റ്റീം എൻജിൻ ഉണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ ലോകം അവസാനിക്കാൻ പോകണം അല്ലേ? അപ്പോൾ ഇപ്പോൾ സ്റ്റീം എൻജിൻ ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായി. അത് കഴിഞ്ഞ് ന്യൂക്ലിയറായി, അത് കഴിഞ്ഞ് ഇതായി. ഇപ്പോൾ ഇതാണിപ്പോൾ ലോകം. അപ്പോൾ AI നിന്ന് നഷ്ടം വരുന്നത് AI ഇഗ്നോർ ചെയ്യുന്നവർക്കാണ്. അതിനനുസരിച്ച് നമ്മുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്കാണ് നഷ്ടം. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ എഴുത്തുകാർ വരെ അതിനെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു. നോൺ സ്കെയറി AI. അതെ, നമ്മളിത് നമ്മളെ നശിപ്പിക്കുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിനോടുകൂടി അടുത്താൽ പറ്റില്ല. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഇത് ഹരാരിയുടെ ബുക്കുകൾ വായിച്ചിട്ടുണ്ടല്ലോ. പുള്ളി പറയുന്നത് ഇതൊരു മോളിക്യൂളായിട്ടുള്ളൂ ഇപ്പോൾ AI വന്നിട്ടുള്ളൂ. നമ്മൾ മോളിക്യൂളായിരുന്ന കാലത്ത് നിക്കൊല്ലം വരെ എത്ര സെഞ്ചുറീസ് എടുത്തു അല്ലേ? അത്രയും സമയമെടുത്തു. അതുകൊണ്ട് നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടായി. ഇതങ്ങനെയല്ല. This is already growing dramatically. അപ്പോൾ നമ്മൾ കാച്ചപ്പ് ചെയ്തില്ലെങ്കിൽ വിൽ ബി ഡിമോളിഷ്ഡ്. ഇപ്പോൾ ഡീപ് സീക്ക് പോലുള്ളതെല്ലാം എനിക്ക് തോന്നുന്നു ഖണ്ഡകാവ്യങ്ങളും മഹാകാവ്യങ്ങളൊക്കെ എഴുതി. അതൊരു വേറെ ആസ്പെക്റ്റാണ്. കാരണം ക്രിയേറ്റിവിറ്റി ഒരുപാട് നശിപ്പിക്കുന്നുണ്ട്. അത് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ChatGPT അടക്കമുള്ളതിനെ മറികടന്നുകൊണ്ടാണ് ചൈനയിൽ നിന്നുള്ള ഡീപ് സീക്ക് കയറി വരുന്നത്. പക്ഷേ പ്രിൻസിപ്പിൾ ഒന്നും തന്നെയാണ്. അതിനെ ട്രംപ് ഭയക്കുന്നു എന്നുള്ള ആർട്ടിക്കിൾസും വരുന്നുണ്ട്. അത് പറഞ്ഞാൽ പക്ഷേ whoever masters the technology will rule the world. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് നഷ്ടമായത് ഈ ജനത കാത്തു സൂക്ഷിച്ച സത്യം, അഹിംസ, ധർമ്മം, നീതി തുടങ്ങിയ അനവധി മൂല്യങ്ങളാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഇക്കാലത്തെ യുവജനങ്ങളോട് സാർക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല, അവർക്ക് തന്നെ അറിയാമല്ലോ. തീർച്ചയായിട്ടും അവരുടെ ഇൻസ്റ്റിങ്ക്റ്റുകൾ അവർക്ക് അറിയാം. പക്ഷേ സർക്കംസ്റ്റാൻസസ് കൊണ്ടാണ് കുട്ടികൾ പലതരത്തിൽ പെരുമാറുന്നത്. അതിന് നമ്മൾ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്, പേരൻസിനുണ്ട്, ടീച്ചേഴ്സിനുണ്ട്, എല്ലാം ഉണ്ട്. കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതുപോലുള്ള ഈവിൾസൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അത് കൂടുതൽ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റ്. വിത്ത് ദിസ് തിങ് ഐ ക്യാൻ ഡു മെനി തിങ്സ്. നല്ലതും ചെയ്യാം, ചീത്തയും ചെയ്യാം. കൊലപാതകം നടത്താൻ പോലും നമ്മുടെ ഫോൺ മതി. അതെ. അപ്പോൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ ഡ്രഗ്സ് ആണെന്നുള്ളൊരു സംശയം. നമുക്കൊന്നും അറിയില്ല അതിൻ്റെ വ്യാപകമായ. ഒരു ജനറേഷൻ നശിച്ചു പോയിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുമില്ല. അതിനെപ്പറ്റി നമുക്കൊരു അവയർനെസ് പോലും ഇല്ലാന്ന് തോന്നുന്നു. കാരണം അൺലൈക്ക് ആൽക്കഹോൾ, ഇതിന് യാതൊരു മണമില്ല, ഗുണമില്ല, രാസവസ്തുക്കളാണ്. അതെ, ഇതായിട്ട് വരുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഗ്രിപ്പ് ചെയ്തിരിക്കും. നമ്മൾ മനസ്സിലായിട്ടില്ല അതിൻ്റെ എക്സ്റ്റെൻറ്റ് വളരെ വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഡയറക്റ്റ് ആയിട്ടുമല്ല, ചില ഫുഡുകളിലൂടെയും മറ്റൊക്കെ സാധാരണക്കാരിലേക്കും എത്താനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളം കുടിക്കുന്ന എഫക്റ്റേ ഉള്ളല്ലോ നമ്മൾ കുടിക്കുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മളൊരു മാറ്റം വരുന്നത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ പരിഹരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കുറേ കൂടെ അവയർനെസ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ എന്നാലും കുട്ടികൾ, പേരൻസൊക്കെ വറീഡാണ്. ഒരു അമ്മ പോലീസിനെ വിളിച്ച് മോനെ കൈ കൊടുത്തില്ലേ, എന്ത് വേണം നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് വേണ്ട ഇവനെ.
എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുക? ശരി. അതുപോലെ എൻ്റെ കുട്ടിയെ ഒന്ന് കൊന്നു തരാമോ എന്ന് ചോദിച്ച് ഞാൻ പൈസ തരാം എന്ന് പറയുന്ന അമ്മമാർ. എന്താണ് സ്ഥിതി? അതെത്ര പഠനം കൊണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ ടെക്സ്റ്റ് വെച്ചുകൊണ്ടൊന്നും ആയിട്ടില്ല. അതിനെ അപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ മറ്റൊരു തരത്തിൽ വേണം. ഇതൊന്നും വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ഇത്രയും സഫർ ചെയ്യുന്നത് കൊണ്ടാണ്. അതേസമയത്ത് എത്ര നല്ല സ്റ്റോറി, 50-ാമത്തെ വയസ്സിൽ സിവിൽ സർവീസിലൊരു വർത്തമാനം പറയാത്ത കുട്ടി എത്തിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഹീറോയിസം ഉണ്ട് ഒരു വശത്ത്. മറുവശത്ത് എത്രയോ കുട്ടികളാണ് നശിച്ചു പോകുന്നത്. അതിനൊരു ആൻസർ എനിക്കില്ല. സാറിനോടത്ത് സംസാരിച്ചാൽ ഒരിക്കലും മതി വരില്ല. കാരണം അത്രയും അനുഭവ സമ്പത്തും അത്രയും ഇൻവോൾവും രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയും ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ അനവധി അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിത്വമാണ് സാറിൻ്റെത്. ഞങ്ങളോടൊത്ത് ചുരുങ്ങിയ സമയത്ത് ഇത്രയും ഡീറ്റെയിലായി ഞങ്ങൾക്ക് ആ അനുഭവം പങ്കുവെച്ച് തന്നതിന് വളരെയധികം നന്ദി. സാറിനോടൊത്തിരുന്ന ഈ നിമിഷങ്ങൾ വളരെ അത്യപൂർവ നിമിഷങ്ങളായി തന്നെ ഞാൻ കാണുന്നു. വ്യക്തിപരമായും ഞാൻ സാറിന് ഒരു നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.